ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷു ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS അഥവാ നിങ്ങളുടെ പരിസര പഠനം എന്ന വിഷയത്തിലെ ചാപ്റ്റേഴ്സാണ് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ അതിലെ ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ കൂട്ടുകാരും റെഡിയാണല്ലോ? ഓക്കെ മക്കളെ, അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ക്ലാസ് നമ്മുടെ ആപ്പിലോട്ട് മാറാനായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ആപ്പിൽ ക്ലാസ്സുകളൊക്കെ തുടരാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്കിനി EVSൽ എടുക്കാനായിട്ടുള്ള ഭാഗം മാഗ്നറ്റിക് കോമ്പസ് എന്നുള്ള ഭാഗമായിരുന്നു അല്ലേ? അതുവരെയായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. മാഗ്നറ്റിക് കോമ്പസ് എന്നതാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അല്ലേ? ഓക്കെ മക്കളെ, എന്താണ് മക്കളെ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞാൽ? നോക്കിക്കേ, യെസ്, വടക്ക് നോക്കി യന്ത്രം അല്ലേ? എന്താണ് മക്കളെ? വടക്ക് നോക്കി യന്ത്രം അല്ലേ? ആ ഒരു ടോപ്പിക്കാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, എന്താണ് ഈ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞാൽ? നോക്കിക്കേ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാര്യം നമുക്കത് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ഇനി ഉള്ളത് കേട്ടോ. ഓരോ ദിക്കുകൾ കണ്ടെത്താനൊക്കെ നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ സ്കെച്ച് വരയ്ക്കാനൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. മാഗ്നറ്റിക് കോമ്പസ് നോക്കിക്കേ മക്കളെ, മാഗ്നറ്റിക് കോമ്പസ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഡിറക്ഷൻസ്. ദർ ഈസ് എ മാഗ്നറ്റിക് നീഡിൽ ഇൻ ദി സെൻറ്റർ ഓഫ് ദി കോമ്പസ്. This needle always point in the north-south direction. The specifically marked tip of the needle indicates the north direction. ഓക്കെ മക്കളെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് മക്കളെ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞാൽ? നമുക്ക് മലയാളം മീഡിയംകാരുടെ ഒരു ഡെഫിനിഷൻ കൂടി വായിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോക്കിക്കേ മക്കളെ, ദിക്ക് അറിയുന്നതിനുള്ള ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം അല്ലേ? എന്താണ് മക്കളെ? ദിക്ക് അറിയുന്നതിനുള്ള ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ മധ്യത്തിൽ ഒരു കാന്തസൂചിയുണ്ട്. ഇവിടെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ സൂചി വടക്കു തെക്കായി മാത്രമേ നിൽക്കുകയുള്ളൂ. ഇതാ മക്കളെ, നിങ്ങൾക്ക് കാണാം, ദാ വടക്ക് തെക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാം അല്ലേ? ഇതാണ് പറയുന്നത് ആ ഒരു സൂചി. ഇതേതാണ് പോഷൻ വരുന്നത്? നോർത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? വടക്കാണല്ലേ. അതുപോലെ തന്നെ സൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? തെക്കാണല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്? വടക്കു തെക്കായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുക, ആ ഒരു സൂചി പോയിന്റ് ചെയ്ത് നിൽക്കുക അല്ലേ? ഈ സൂചിയിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ അഗ്രമാണ് വടക്കു ദിക്കിനെ സൂചിപ്പിക്കുന്നത്. എന്താണ് പറയുക? ഈ സൂചിയിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ അഗ്രമാണ് വടക്കു ദിക്കിനെ സൂചിപ്പിക്കുന്നത് അല്ലേ? അതായത് പ്രത്യേകമായി മാർക്ക് ചെയ്താൽ നിങ്ങൾ കണ്ടോ, ഈ റെഡ് കളർ ഒരു സൂചി കണ്ടോ? ഇതിനെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ അഗ്രത്തെയാണ് നമ്മൾ വടക്കു ദിക്കിനെ സൂചിപ്പിക്കുന്നത്. അതാണെന്ത് മക്കളെ? വടക്ക് ദിക്കട്ടെ. ഇതാണെന്ത്? വടക്ക് ദിക്ക് എന്ന് പറയുന്നത് കേട്ടോ, അതായത് നോർത്ത് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? എന്താണ് കോമ്പസ് എന്ന് പറഞ്ഞാൽ? മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡിറക്ഷൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യെസ്, കോമ്പസ് എന്ന് പറയുന്നത് അല്ലേ? മാഗ്നറ്റിക് കോമ്പസ് ഇൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദി ഡിറക്ഷൻസ് അല്ലേ? ഓക്കെ മക്കളെ, അപ്പം ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അതിലുള്ള നീഡിൽസ് എപ്പോഴും എങ്ങോട്ടാണ് പോയിന്റ് ചെയ്ത് നിൽക്കുക? നോർത്ത് സൗത്തിലേക്കാണ് അല്ലേ? വടക്ക് തെക്കായിട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. നോക്കിക്കുക മക്കളെ, ഷാൾ വി ഹെൽപ്പ് റഹാൻ ടു ഫൈൻഡ് ദി ഡിറക്ഷൻസ് യൂസിങ് എ കോമ്പസ്? എന്താണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്? നമുക്ക് അവിടെ ഒരു പിക്ചറിൽ ഒരു കുട്ടിയെ കാണാമല്ലേ? ആരാണത്? നമ്മുടെ റഹാനാണ് കേട്ടോ. അപ്പം അവനെ വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് ദിക്ക് കണ്ടെത്താൻ സഹായിച്ചാലോ എന്നാണ് ചോദിച്ചത് കേട്ടോ. വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് ദിക്ക് കണ്ടെത്താൻ റഹാനെ സഹായിച്ചാലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, അവിടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദി ഡിറക്ഷൻസ് ടുവേർഡ്സ് വിച്ച് റഹാൻ ഈസ് ഫേസിങ് അല്ലേ? ഇതാണ് നമ്മുടെ റഹാൻ കേട്ടോ. ഇതാണ് നമ്മുടെ റഹാൻ. അപ്പം നമ്മുടെ റഹാൻ ഏതു ദിക്കിലേക്ക് നോക്കിയാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം കണ്ടെത്താനായിട്ട് പോകുന്നത് കേട്ടോ. അവൻ ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഏത് ദിക്കിലേക്കാണ് എന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ എന്ത് കാണാം മക്കളെ? അവൻ്റെ കയ്യിൽ ഏത് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്? യെസ്, നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് ഉണ്ട് അല്ലേ? നമ്മുടെ വടക്ക് നോക്കി യന്ത്രം ഉണ്ട്. അതിലെ ഡയറക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ മക്കളെ? അത് നമ്മൾ പറഞ്ഞു നോർത്ത് സൗത്തിലേക്ക് പോയിന്റ് ചെയ്തിട്ടിരിക്കുന്നത് ഉണ്ടായിരിക്കും അല്ലേ? അതിൽ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള അത് ഏത് ഭാഗത്തേക്കായിരിക്കും മക്കളെ? നോർത്തിലേക്കായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലേ? വടക്കിലേക്കായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പം ഇത് വടക്കാണ്. ഇതേതാണ് മക്കളെ വരുന്നത്? സൗത്ത് അല്ലേ? അതായത് തെക്കാണ്. ഇത് വെസ്റ്റ് പടിഞ്ഞാറാണ്. ഇതേതാണ്? ഈസ്റ്റ് അല്ലേ? കിഴക്കാണ്. അത് മനസ്സിലായിട്ടില്ല മക്കളെ? അത് നിങ്ങൾ ഓർത്തിരിക്കുക. മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾ ദിക്കുകൾ പറയാനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്, സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക്, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിഴക്കാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താണ്? നമ്മുടെ റഹാൻ ഏത് ദിക്കിലേക്ക് നോക്കി നിൽക്കുന്നതാണ് എന്ന്
ആദ്യം നമുക്ക് കണ്ടെത്തണം അല്ലേ. ഓക്കെ മക്കളെ, നോക്കിക്കേ. When we observe the needle in the compass which Rahan holds, it can be seen that he is facing the south. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? എന്താണ് നോക്കിക്കേ. രഹാൻ്റെ കയ്യിലിരിക്കുന്ന വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ സൂചി ശ്രദ്ധിച്ചാൽ രഹാൻ തെക്കുവശത്തേക്കാണ് നോക്കുന്നതെന്ന് മനസ്സിലാവും അല്ലേ. നോക്കിക്കേ മക്കളെ, നമ്മുടെ രഹാൻ്റെ കയ്യിൽ എന്തുണ്ട്? വടക്ക് നോക്കി യന്ത്രമുണ്ട് അല്ലേ, കോമ്പസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ എന്ത് മനസ്സിലാവും? നമ്മുടെ രഹാന് തെക്കുവശത്തേക്കാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആവും അല്ലേ. അപ്പം നമ്മുടെ രഹാൻ ഫേസ് ചെയ്തിരിക്കുന്നത് എവിടേക്കാണ്? യെസ്, തെക്കു വശത്തേക്കാണല്ലേ. അപ്പം നിങ്ങൾക്ക് ആ ഒരു മാഗ്നറ്റിക് കോമ്പസ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതാണ് എന്തെന്ന് പറയുന്നത്, തെക്ക് എന്ന് പറയുന്നതിൽ. അപ്പോൾ ഇവിടേക്കാണ് അവരെന്ത് ചെയ്യുന്നത്? ഫേസ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കാം അല്ലേ. അപ്പം മക്കൾ വലുതാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദിക്കുകൾ ഇവിടേക്ക് വരയ്ക്കാം കേട്ടോ. മുകളിൽ എന്താണ്? വടക്ക്, ഇവിടെ എന്താണ്? തെക്കാണ് വരുന്നത്. ഇവിടെ ഏത് വരും? കിഴക്ക് വരും. ഇവിടെ പടിഞ്ഞാറ് വരും അല്ലേ. ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്, ഇവിടെ അതുപോലെ വെസ്റ്റ്, ഇവിടെ അതുപോലെ തന്നെ ഈസ്റ്റ്. ഈ രീതിയിലല്ലേ വരുന്നത്. അപ്പം നമ്മുടെ രഹാൻ എന്ത് ചെയ്യാണ്? ഇവിടേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഇവിടേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഇവിടേക്ക് ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ നോക്കി നിൽക്കുന്ന ഡിറക്ഷൻ ഏതാണ് മക്കളെ? സൗത്ത് ആണ് അല്ലേ. അതായത് തെക്ക് വശത്തേക്കാണ് നമ്മുടെ രഹാന് നോക്കി നിൽക്കുന്നത്. അത് നമുക്ക് ആ ഒരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, ഇനി നിങ്ങളടുത്ത് ചോദിച്ച ചോദ്യം ഇതാണ്. മക്കൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഇതാണ്. വിച്ച് ഈസ് ദി ഡിറക്ഷൻ ഓൺ റഹാൻസ് ലെഫ്റ്റ് സൈഡ് എന്നാണ് ചോദിച്ചത്. അപ്പം നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം മക്കളെ? ആ ഒരു ഫിഗർ തന്നാൽ ഏതാണ് ലെഫ്റ്റ് സൈഡ്, ഏതാണ് റൈറ്റ് സൈഡ് എന്നതിനെക്കുറിച്ചൊക്കെ മക്കൾക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ നമുക്കിതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം വരുന്ന സമയത്ത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഈസ് ദി ഡിറക്ഷൻ ഓൺ റഹാൻസ് ലെഫ്റ്റ് സൈഡ് എന്നാണ് ചോദിച്ചത്. അതായത് നമ്മുടെ റഹാൻ്റെ ഇടതുവശം ഏതു ദിക്കാണ് എന്നാണ് ചോദിച്ചത്. ഏത് വശമാണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്? ഇടതുവശം ഏതു ദിക്കാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം രഹാൻ്റെ ഇടതുവശം എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഇതാണ് രഹാൻ്റെ ഇടതുവശം അല്ലേ. ഇതാണ് രഹാൻ്റെ ഇടതുവശം എന്ന് പറയുന്നത്. രഹാൻ്റെ ഇടതുവശമാണ് കേട്ടോ. ഇത് രഹാൻ്റെ ഇടതുവശം. അപ്പോൾ ഇതേതായിരിക്കും വശം മക്കളെ? ഇതാണ് വലതുവശം അല്ലേ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് റൈറ്റ് സൈഡാണ് അല്ലേ. ഇത് റൈറ്റ് സൈഡാണ്. ഇനി ഇതേതാണ്? ലെഫ്റ്റ് സൈഡാണ് അല്ലേ. അതിനെക്കുറിച്ച് മക്കൾക്ക് അറിയാമായിരിക്കും. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് ഏതാണ് വശം എന്ന് പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. റൈറ്റ് സൈഡ്, അടുത്തത് ലെഫ്റ്റ് സൈഡ് അല്ലേ, വലതുവശം, അതുപോലെ തന്നെ ഇടതുവശം. അപ്പം നമ്മളോട് ചോദിച്ചത് എന്താ? രഹാൻ്റെ ഇടതു വശം ഏത് ദിക്കാ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. രഹാൻ്റെ ലെഫ്റ്റ് സൈഡ് ഏത് ഡിറക്ഷനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മക്കളെ? നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ട് പറഞ്ഞ് ഏതാണ്? യെസ്, ഇതല്ലേ വശം. ഇവിടേക്കുള്ളത് ഏതാണ് മക്കളെ? കിഴക്കാണ് അല്ലേ. ഏതാണ്? കിഴക്കാണ്. മക്കൾ അവിടെ എന്ത് കൊടുക്കണം? കിഴക്കെന്ന് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരാണെങ്കിൽ ഈസ്റ്റ് എന്ന് കൊടുക്കുക കേട്ടോ. ഈസ്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കിഴക്ക് കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കൾ. ഇപ്പോൾ ഇത്രയും പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോവാൻ സാധ്യതയുള്ളതുമാണ് കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നെയിം ദി ഡിറക്ഷൻ ഓൺ റഹാൻസ് റൈറ്റ് സൈഡ് എന്നാണ് ചോദിച്ചതിൽ. അവൻ്റെ റൈറ്റ് സൈഡ്, അതായത് അവൻ്റെ വലതുവശം ഏത് ദിക്കാന്നാണ് ചോദിച്ചത്. വലതുവശം ഏതാണ് മക്കളെ? ഏതാണ് വരിക? യെസ്, പടിഞ്ഞാറ് അല്ലേ. വെസ്റ്റ് ആണ് വരിക. പടിഞ്ഞാറ്, വെസ്റ്റ് കേട്ടോ. വെസ്റ്റ് ഓർ പടിഞ്ഞാറ് കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. വളരെ സിമ്പിളാണ്. ഓക്കെ, ദെൻ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വർക്കാണ്. ലൈക്ക് വൈസ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി ഡിറക്ഷൻസ് ഓഫ് യുവർ ക്ലാസ് റൂം യൂസിങ് എ കോമ്പസ് എന്നാണ് പറഞ്ഞത്. അതായത് ഇതുപോലെ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെ ദിക്കുകൾ കണ്ടെത്താമോ എന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ അത് മക്കൾ നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്. നിങ്ങൾക്ക് ടീച്ചർ ഇത്തരത്തിൽ കോമ്പസ് ഒക്കെ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് വച്ചിട്ട് നിങ്ങളുടെ ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെയൊക്കെ ദിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് മക്കൾ കണ്ടെത്തുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനിയിപ്പോൾ അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടീച്ചർക്ക് അറിയായിരിക്കും എവിടെയാണ് കിഴക്ക്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. നമുക്കറിയാം സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സൈഡ് ഏതാണെന്ന് മക്കൾക്ക് അറിഞ്ഞാൽ ബാക്കി എല്ലാ ദിക്കുകളും നിങ്ങൾക്ക് പറയാനൊക്കെ അറിയാം. അപ്പോൾ ക്ലാസ് റൂമിലെ ബ്ലാക്ക് ബോർഡ് ഏത് ദിക്കാന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് റൂമിലെ വാതിൽ, ക്ലാസ് റൂമിലെ ജനലുകളുടെ ദിക്കുകൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മക്കൾ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ നിന്ന് കണ്ടെത്തിയിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ നിങ്ങൾക്കുള്ള മറ്റൊരു ഭാഗം
ഭാഗം എന്ന് പറയുന്നത്. ലെറ്റ്സ് മാർക്ക് ദി ഡിറക്ഷൻസ് എന്നുള്ള ഭാഗമാണ്. അതായത് ദിക്കുകൾ നമുക്ക് അടയാളപ്പെടുത്താം എന്നുള്ള ഭാഗമാണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, we have already found out the directions of different objects in our classroom. Let us draw a sketch of classroom. How are the directions marked when you make a sketch? അല്ലേ, ഇതാണ് മിസ് നേരത്തെ പറഞ്ഞത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് സ്കെച്ച് തയ്യാറാക്കാൻ. നോക്കിക്കേ, ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെ ദിക്കുകൾ കണ്ടെത്തിയല്ലോ. ഇനി ക്ലാസ് മുറിയുടെ ഒരു സ്കെച്ച് വരച്ചാലോ? സ്കെച്ച് വരയ്ക്കുമ്പോൾ പേപ്പറിൽ ദിക്കുകൾ എങ്ങനെ അടയാളപ്പെടുത്താം എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അവിടെ ഒരു ബോക്സിൽ നോക്കിക്കേ മക്കളെ, സ്റ്റാൻഡ് ഫേസിങ് ദി നോർത്ത്. എന്താണ് മക്കളെ പറഞ്ഞത്? സ്റ്റാൻഡ് ഫേസിങ് ദി നോർത്ത്. Place the paper in north-south direction and mark all 4 directions. While drawing the sketch on the paper, mark the north on the top side of the paper, south on the bottom side, east on the right side and the west on the left side. The directions should be marked using the given symbol. നോക്കിക്കേ മക്കളെ, ആ സിമ്പിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമായിരിക്കും അല്ലേ എങ്ങനെയാണ് വരിക എന്നുള്ളത്. നോക്കിക്കേ മക്കളെ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? വടക്കിന് അഭിമുഖമായി നിന്ന ശേഷം പേപ്പർ വടക്കു തെക്കായി വെച്ച് 4 ദിക്കുകളും അടയാളപ്പെടുത്താനാണ് പറഞ്ഞത് അല്ലേ. എന്തിനാണ് അഭിമുഖമായി നിൽക്കേണ്ടത്? വടക്ക് ഭാഗം ഏതാണ് അതിന് നേരെ നിൽക്കുക. വടക്ക് ഭാഗത്ത് അഭിമുഖമായിട്ട് നിൽക്കുന്ന സമയത്ത് പേപ്പർ വടക്ക് തെക്കായിട്ട് വെക്കുക കേട്ടോ. വടക്ക് തെക്കായിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ മക്കൾക്ക് മനസ്സിലായല്ലോ. വടക്ക് തെക്കായിട്ട് മക്കൾ എന്ത് ചെയ്യുക? പേപ്പർ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക? 4 ദിക്കുകളും അടയാളപ്പെടുത്താണ് വേണ്ടത്. പേപ്പറിൽ സ്കെച്ച് വരയ്ക്കുമ്പോൾ പേപ്പറിൻ്റെ മുകൾ വശം വടക്ക് കേട്ടോ. മുകൾ വശം എന്ത് അടയാളപ്പെടുത്തണം മക്കളെ? വടക്ക്. അതുപോലെ തന്നെ താഴ്വശം എന്ത് ചെയ്യണം? അതിന് നേരെ ഓപ്പോസിറ്റ് എന്ത് വരും? തെക്ക് വരും. പിന്നെ വലതുവശം എന്ത് വരും മക്കളെ? കിഴക്ക് വരും. ഇടതുവശം എന്ത് വരും? പടിഞ്ഞാറ് വരും അല്ലേ. അത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആ ഒരു പിക്ചറിൽ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിങ്ങനെ 4 ദിക്കുകളും അടയാളപ്പെടുത്തിയിരിക്കുക. തന്നിരിക്കുന്ന ചിഹ്നം ഉപയോഗിച്ച് ദിക്കുകൾ സൂചിപ്പിക്കണം എന്ന് നമുക്കവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസിയാണ്. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് കൂടുതൽ അത് ലൈവായിട്ട് ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അങ്ങനെ ദിക്കുകളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കുള്ള വർക്കാണ് ചുവടെ തന്നിട്ടുള്ളത്. റെപ്രസെൻറ്റ് ദി ഒബ്ജക്റ്റ് ഇൻ ദി ക്ലാസ് റൂം യൂസിങ് ദി സിമ്പിൾസ് ഗിവൺ ബിലോ. എന്നിട്ട് നമുക്കൊക്കെ അവിടെ നിങ്ങൾക്ക് ഇത് തന്നിട്ടുണ്ട്, വരയ്ക്കാനായിട്ടുള്ളൊരു കോളം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ സ്കെച്ച് വരയ്ക്കാനുള്ളൊരു സ്പേസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, ക്ലാസ് മുറിയിലെ വസ്തുക്കളെ താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബ്ലാക്ക് ബോർഡ് ആവുന്ന സമയത്ത് ഇത്തരത്തിലൊരു ചതുരമാണ് വരയ്ക്കേണ്ടത്. ദെൻ ജനലാണെങ്കിൽ ഇങ്ങനെ കള്ളി പോലുള്ളൊരു ചതുരം. പിന്നെ ഈ ഒരു സിമ്പിൾ കതകിന്. ദെൻ ഡെസ്ക്, അതുപോലെ തന്നെ ബെഞ്ച് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് മുറിയിൽ നോക്കുക, ഡയറക്ഷൻ നോക്കുക, ഏതാണ് നോർത്ത്, അതുപോലെ തന്നെ സൗത്ത്, വെസ്റ്റ്, ഒന്നുകൂടി വരയ്ക്കാം. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, അതുപോലെ തന്നെ ഈസ്റ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഡയറക്ഷൻ വരച്ചതിന് ശേഷം മക്കൾ നോക്കുക എവിടെയാണ് ഓരോന്നിൻ്റെയും സ്ഥാനം വരുന്നത്. എവിടെയാണ്? നോർത്ത് സൈഡിലാണെങ്കിൽ അവിടെ വരയ്ക്കുക. അപ്പോൾ ബ്ലാക്ക് ബോർഡ് നോർത്ത് സൈഡ് ആണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? അവിടെ വരയ്ക്കുക. ജനൽ ഇനി ഏതാ? വെസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് സൈഡ് ആണെങ്കിൽ അവിടെ വരയ്ക്കുക. ഇനി ബെഞ്ചുകളും ഡെസ്കുകളൊക്കെ എവിടെയാണ്? സൗത്ത് സൈഡിലാണെങ്കിൽ മക്കൾ അവിടെ വരയ്ക്കുക കേട്ടോ. അത് നിങ്ങളുടെ ഡയറക്ഷൻ അനുസരിച്ച്, നിങ്ങളുടെ ക്ലാസ് മുറിക്ക് അനുസരിച്ചാണ് മക്കൾ അത് വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പം ബ്ലാക്ക് ബോർഡ് ആണെങ്കിൽ എങ്ങനെ വരയ്ക്കണം മക്കളെ? എങ്ങനെയാണ്? ആ ഒരു ചതുരം വരച്ചിട്ട് ഒരു ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് എന്ത് വരുന്നത്? ചതുരം വരുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജനലാണുള്ളത്. ജനൽ മക്കൾക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ ഇങ്ങനെ കള്ളി രൂപത്തിലാണ് മക്കൾ വരയ്ക്കേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് ജനൽ വരയ്ക്കേണ്ടത്. ദെൻ പിന്നെ നിങ്ങൾ വരയ്ക്കേണ്ടത് എന്താണ്? കതകാണ് വരയ്ക്കേണ്ടത് അല്ലേ, വാതിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അത് മക്കൾ അതിനനുസരിച്ച് വരയ്ക്കുക. ഡോർ വരയ്ക്കുക. പിന്നെ ഡെസ്ക് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ഡെസ്കിൻ്റെ സിമ്പിൾ നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡെസ്ക് മക്കൾ വരയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ബെഞ്ച് അതിൻ്റെ ചെറിയ സൈസ് ആക്കിയിട്ടാണ് നമുക്ക് ബെഞ്ചിൻ്റെ സിമ്പിൾ തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ അതും ഒക്കെ ഓരോന്നും ഏത് ഡിറക്ഷനാണ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം മക്കൾ വരയ്ക്കാനായിട്ട് കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റസ് ഫൈൻഡ് ഔട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ലെറ്റസ് ഫൈൻഡ് ഔട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. നോക്കിക്കുക മക്കളെ, അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പിക്ചർ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ ഒരു പിക്ചർ അനുസരിച്ചിട്ട് ഓരോന്നും ഏത് ഡിറക്ഷനിലാണുള്ളത് എന്നുള്ളത് കണ്ടെത്തി പറയാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പിക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം. നോക്കിക്കുക മക്കളെ, നമുക്ക് അവിടെ തന്നിട്ടുള്ള പിക്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണാം അല്ലേ. ഒരു സ്കൂളുണ്ട്, അതിന് തൊട്ടടുത്തായിട്ട് വലിയൊരു ട്രീ ഉണ്ട്. പിന്നെ വേറെയും ഒരുപാട് ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ ഒരു ലൈബ്രറി ഉണ്ട് സ്കൂളിൻ്റെ അടുത്തായിട്ട്.
പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രോസറി ഷോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മലയാളം മീഡിയത്തിലോട്ടും വരാം കേട്ടോ. അത് ഇംഗ്ലീഷ് മീഡിയം പറഞ്ഞതിന് ശേഷം നമുക്ക് മലയാളം മീഡിയത്തിലോട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ഓഫീസ് ഉണ്ട് പറഞ്ഞു, പിന്നെ ഒരു ഗ്രോസറി ഷോപ്പ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, പലചരക്ക് കടയാണ്. പിന്നെ നമ്മുടെ അഹാനയുടെ വീട് അല്ലേ, അഹാനാസ് ഹോം ഉണ്ട്, അതുപോലെ തന്നെ രഹാൻ്റെ വീടും ഉണ്ട് അല്ലേ, രഹാൻ്റെ വീട്. ദെൻ നമുക്കൊരു ഹോസ്പിറ്റലിൻ്റെ പിക്ചറാണല്ലേ, ഒരു ആശുപത്രിയുടെ പിക്ചർ നമുക്കവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കവിടെ തന്നിട്ടുള്ള പിക്ചറിലുള്ളത് അല്ലേ. സ്കൂള്, ലൈബ്രറി, അതുപോലെ തന്നെ ഒരു പലചരക്ക് കടയുണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, പിന്നെ അഹാനയുടെ വീട്, അതുപോലെ രഹാൻ്റെ വീടുണ്ട്, പിന്നെ ഹോസ്പിറ്റൽ ഉണ്ട്. ഓക്കെ മക്കൾ, അപ്പോൾ ഫസ്റ്റ് മക്കളുടെ അടുത്ത് എന്താണ് പറഞ്ഞത്, ഒബ്സർവ് ദി പിക്ചർ ഗിവൺ എബോ ആൻഡ് ഫൈൻഡ് ദി ആൻസേഴ്സ് എന്നാണ് പറഞ്ഞത്. അത് മുകളിൽ തന്നിട്ടുള്ള ആ ഒരു പിക്ചർ നന്നായിട്ട് ഒബ്സർവ് ചെയ്തതിന് ശേഷം താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി, വളരെ ഈസി ആയിട്ട് മക്കൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ നോക്കിക്കേ. ഇൻ വിച്ച് ഡിറക്ഷൻസ് ഓഫ് ദി സ്കൂൾ ഈസ് ദ ലൈബ്രറി എന്നാണ് ചോദിച്ചത്. ഇൻ വിച്ച് ഡിറക്ഷൻ ഓഫ് ദി സ്കൂൾ ഈസ് ദി ലൈബ്രറി എന്നാണ് ചോദിച്ചിട്ടുള്ളതില്ല. അതായത് സ്കൂളിൻ്റെ ഏതു ദിശയിലാണ് ലൈബ്രറി ഇരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കൾ ആദ്യം എന്ത് കണ്ടെത്തണം മക്കളെ, സ്കൂൾ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈബ്രറി എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കണ്ടെത്തണം. നോക്കിക്കേ മക്കളെ, സ്കൂൾ എവിടെയാണുള്ളത്. യെസ്, ഇതാണ് നമ്മുടെ സ്കൂൾ കേട്ടോ. ഇവിടെ നമുക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ദാ ഇവിടെ നമുക്ക് ഡിറക്ഷനൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഡിറക്ഷനൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ മക്കളെ, അപ്പോൾ സ്കൂൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മളോട് എന്താ ചോദിച്ചത്, സ്കൂളിൻ്റെ ഏത് ദിശയിലാണ് ലൈബ്രറി ഇരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഏത് ദിശയിലാണ് മക്കളെ, നിങ്ങൾ നോക്കിക്കുക, നമ്മുടെ ഡിറക്ഷൻ തന്നിട്ടുള്ള ഡിറക്ഷൻ നോക്കി പറഞ്ഞ് സ്കൂളിൻ്റെ ഇതാണ് നമ്മുടെ സ്കൂൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് വരും മക്കളെ, യെസ്, നോർത്ത് വരും, സൗത്ത് വരും, പിന്നെ അതുപോലെ തന്നെ വെസ്റ്റ് വരും, അതുപോലെ തന്നെ ഈസ്റ്റും വരും അല്ലേ, ഈസ്റ്റ് വരും, വെസ്റ്റ് വരും, ഈസ്റ്റ് വരും, ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ നമ്മുടെ ലൈബ്രറി ഇരിക്കുന്നത് എവിടെയാണ് മക്കളെ, യെസ്, നമുക്കതെന്ത് പറയാം, സൗത്തിലോട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയാം. അതായത് തെക്ക് അല്ലേ, അവിടെ നമുക്ക് എന്ത് എഴുതാം, തെക്ക്, അഥവാ അല്ലെങ്കിൽ നമുക്ക് സൗത്ത് എന്ന് എഴുതാം. എന്തെഴുതാം മക്കളെ, സൗത്ത്, അല്ലെങ്കിൽ നമുക്ക് തെക്കെന്ന് എഴുതാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ഇൻ വിച്ച് ഡിറക്ഷൻ ഓഫ് ദി പോസ്റ്റ് ഓഫീസ് ഈസ് ദി ലൈബ്രറി എന്നാണ് ചോദിച്ചത് കേട്ടോ. ഇൻ വിച്ച് ഡിറക്ഷൻ ഓഫ് ദി പോസ്റ്റ് ഓഫീസ് ഈസ് ദ ലൈബ്രറി എന്നാണ് ചോദിച്ചത്. അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ഏതു ദിശയിലാണ് ലൈബ്രറി ഉള്ളത് എന്നാണ് ചോദിച്ചത് കേട്ടോ. പോസ്റ്റ് ഓഫീസിൻ്റെ ഏതു ദിശയിലാണ് ലൈബ്രറി ഉള്ളത് എന്ന് ചോദിച്ചത്. ആദ്യം നമ്മുടെ സ്കൂളിൻ്റെ അല്ലേ ചോദിച്ചത്, സ്കൂളിൻ്റെ നമ്മൾ കണ്ടെത്തി. ദെൻ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് നോക്കണം മക്കളെ, എവിടെയാണ് പോസ്റ്റ് ഓഫീസ് ഉള്ളത്, ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ തൊട്ട് മുകളിൽ ആ ഒരു നമുക്ക് സിമ്പിൾ തന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രയാസമല്ല അല്ലേ. നമുക്ക് തന്നിട്ടുണ്ട് എവിടെ വശത്തേക്കാണ്, സൗത്ത് എവിടെയാണ്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ നമുക്കത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ഒരു മാഗ്നറ്റിക് കോമ്പസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ ഏത് സൈഡിലാണ് മക്കളെ, ഏത് സൈഡിലേക്കാണുള്ളത്, യെസ്, ഈ ഒരു സൈഡിലേക്കാണ് എന്തുള്ളത്, ലൈബ്രറി ഉള്ളതില്ല. അതെന്ന് പറഞ്ഞാൽ ഏതാണ് മക്കളെ, യെസ്, വെസ്റ്റ് ആണല്ലേ. ഏതാണ്, വെസ്റ്റ് ആണ് വരുന്നത്, പടിഞ്ഞാറ്. അപ്പം മക്കൾ അതവിടെ കൊടുക്കണം കേട്ടോ. വെസ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്, അതായത് ഇവിടെ പടിഞ്ഞാറാണ് വരുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡിറക്ഷൻ ഷുഡ് അഹാന ആൻഡ് റഹാൻ ട്രാവൽ ടു റീച്ച് ദി ഹോസ്പിറ്റൽ ഫ്രം ദെയർ ഹൗസ് എന്നാണ് ചോദിച്ചത് കേട്ടോ. അതായത് നമ്മുടെ അഹാനയും അതുപോലെ തന്നെ റഹാനും വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകാൻ ഏതു ദിശയിൽ സഞ്ചരിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം എന്ത് കണ്ടെത്തണം മക്കളെ, നമ്മുടെ അഹാനയുടെ വീട് എവിടെയാണ്, അതുപോലെ തന്നെ റഹാൻ്റെ വീട് എവിടെയാണ് എന്നുള്ള കാര്യം നോക്കണം മക്കളെ. രണ്ടും നോക്കിക്കേ, അഹാനയുടെ വീടാണ് ഫസ്റ്റിലിരിക്കുന്നത് അല്ലേ, റഹാൻ്റെ വീട് അതിന് ശേഷമാണുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ, എവിടേക്കാണ് അവർ സഞ്ചരിക്കേണ്ടത്, അഹാനയുടെ വീടിൽ നിന്ന് എവിടേക്ക്, ഹോസ്പിറ്റലിലേക്കല്ലേ നമുക്ക് എത്തേണ്ടത്. അപ്പം ഈ ഒരു ഡിറക്ഷനിലേക്ക് സഞ്ചരിക്കണം. ദെൻ അതുപോലെ തന്നെ റഹാൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലെത്താൻ ഈ ഒരു ഡിറക്ഷനിലേക്ക് സഞ്ചരിക്കണം അല്ലേ. അപ്പോൾ ഇത് ഏത് സൈഡിലോട്ടാണ് മക്കളെ പോകുന്നത്, യെസ്, ഈസ്റ്റിലോട്ടാണ് പോകുന്നത്. എവിടേക്കാണ്, കിഴക്കിലോട്ടാണ് അത് പോകുന്നത്. എവിടേക്കാണ്, കിഴക്ക് സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പം മക്കൾ അതവിടെ എഴുതുക, ഈസ്റ്റ് കേട്ടോ. എന്താണ് മക്കളെ, ഈസ്റ്റ് അഥവാ കിഴക്ക്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അപ്പോൾ നമ്മൾ അഹാനയും അതുപോലെ റഹാനെയും വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകാൻ ഏത് ദിശയിൽ സഞ്ചരിക്കണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏത് ദിശയിലാണ് മക്കളെ, അവർ ഈസ്റ്റ് അല്ലേ, എവിടേക്കാണ് പോകേണ്ടത്, ഈസ്റ്റിലേക്ക് അഥവാ കിഴക്കിലോട്ടാണ് പോകേണ്ടത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കുക മക്കളെ,
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. ഇൻ വിച്ച് ഡിറക്ഷൻ ഓഫ് റെഹാൻസ് ഹൗസ് ഈസ് ദി സ്കൂൾ എന്നാണ് ചോദിച്ചത്. ഇൻ വിച്ച് ഡിറക്ഷൻ ഓഫ് റെഹാൻസ് ഹൗസ് ഈസ് ദി സ്കൂൾ. നോക്കിക്കുക മക്കളെ, രഹാൻ്റെ വീടിൻ്റെ ഏതു ദിശയിലാണ് സ്കൂൾ? അപ്പോൾ എന്താണ് രഹാൻ്റെ വീട്? നമുക്ക് ആദ്യം കണ്ടെത്തണം അല്ലേ. ഏതാണ് മക്കളെ രഹാൻ്റെ വീടെന്ന് പറയുന്നത്? നമുക്കൊന്നും കൂടി എഴുതാട്ടോ. ഈസ്റ്റ്, കിഴക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ രഹാൻ്റെ വീടിൻ്റെ ഏത് ദിശയിലാണ് സ്കൂൾ എന്നാണ് ചോദിച്ചത്. അപ്പോൾ രഹാൻ്റെ വീട് ഏതാണ് മക്കളെ? യെസ്, ഇതാണ് നമ്മുടെ രഹാൻ്റെ വീടിരിക്കുന്നത് അല്ലേ. രഹാൻ്റെ വീടിൻ്റെ ഏത് ദിശയിലാണ് സ്കൂൾ ഉള്ളത് എന്നാണ് ചോദിച്ചത്. ഏത് ദിശയിലാണ് മക്കളെ? എവിടെയാണ് സ്കൂൾ? ഇതാ ഇവിടേക്കാണ് സ്കൂൾ ഉള്ളത് അല്ലേ. അത് ഏതാണ് ഡയറക്ഷൻ വരിക? യെസ്, നമ്മുടെ നോർത്താണ് വരിക അല്ലേ. ഏതാണ് വരിക? നോർത്ത് അല്ലേ. അതായത് നമ്മുടെ വടക്കാണ് വരിക കേട്ടോ. നോർത്ത് ഓർ വടക്ക് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളം മീഡിയം കൂട്ടുകാർ മലയാളത്തിലുള്ളതും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇതൊക്കെ എല്ലാ മീഡിയവും പഠിക്കുന്നത് നന്നായിരിക്കും. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരാണെങ്കിൽ മലയാളം പേരുകൾ കൂടി പഠിക്കുക, മലയാളം മീഡിയത്തിലുള്ള കൂട്ടുകാരാണെങ്കിൽ ഇംഗ്ലീഷ് പേരുകൾ കൂടി പഠിക്കുക കേട്ടോ. നിങ്ങൾ ഹയർ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് അത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. സ്കൂളിൻ്റെ ഏതു ദിശയിലാണ് ആശുപത്രി? നേരെ കിഴക്കു തന്നെയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, നോക്കിക്കേ, നമ്മുടെ സ്കൂളിൻ്റെ ഏത് ദിശയിലാണ് ആശുപത്രി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതാണ് മക്കളെ സ്കൂൾ എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ സ്കൂൾ. ഏതാണ് ആശുപത്രി എന്ന് പറയുന്നത്? ഇതാണ് ആശുപത്രി. അപ്പോൾ നമ്മളോട് എന്താണ് ചോദിച്ചത്? സ്കൂളിൻ്റെ ഏത് ദിശയിലാണ് ആശുപത്രി എന്നാണ് ചോദിച്ചത്. അപ്പം ഈ ഒരു സൈഡിലോട്ടാണ് ഉള്ളത് അല്ലേ, ഈ ഒരു വശത്തോട്ടാണുള്ളത്. അത് നമുക്കറിയാം കിഴക്കാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. പക്ഷെ നേരെ കിഴക്ക് തന്നെയാണോ, എക്സാക്ട്ലി ഈസ്റ്റിലേക്ക് തന്നെയാണോ എന്നാണ് ചോദിച്ചത്. ആണോ മക്കളെ? എക്സാക്ട്ലി ആ ഒരു സൈഡിലേക്കാണുള്ളത്? അല്ല അല്ലേ, ഇങ്ങനെയാണുള്ളത് അല്ലേ. അതായത് കിഴക്കിലോട്ടും അല്ല, അതുപോലെ തന്നെ തെക്കിലോട്ടും അല്ല അല്ലേ, ഈസ്റ്റിലോട്ടും സൗത്തിലോട്ടും അല്ലാതെ ഏകദേശം അതിന് രണ്ടിന് സെൻറ്ററിലായിട്ടാണ് ഉള്ളത്. അപ്പം നമുക്ക് എന്ത് പറയാം മക്കളെ? ഇവിടെ നിങ്ങൾ കണ്ടോ SE എന്ന് എഴുതിയത്, അതെന്താണ് മക്കളെ? സൗത്ത് ഈസ്റ്റ് ഡിറക്ഷൻ ആണ് കേട്ടോ. എന്താണ് മക്കളെ? സൗത്ത് ഈസ്റ്റ് ഡിറക്ഷൻ, അതായത് തെക്ക് കിഴക്ക് ഡിറക്ഷനിലാണ് എന്തുള്ളത് മക്കളെ? നമ്മുടെ ഹോസ്പിറ്റൽ ഉള്ളത് അല്ലേ. അതായത് സ്കൂളിൽ നിന്ന് നോക്കുമ്പോൾ സ്കൂളിൻ്റെ തെക്കു കിഴക്കു ദിശയിലാണ് എന്തുള്ളത്? നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഡിറക്ഷനിലാണുള്ളത്. അപ്പോൾ അതാണ് മക്കൾ എഴുതേണ്ടത്. സ്കൂളിൻ്റെ ഏത് ദിശയിലാണ് ആശുപത്രി ഉള്ളത്? നേരെ കിഴക്ക് തന്നെയാണോ? ആണോ മക്കളെ? അല്ല അല്ലേ. ഏതാണ്? സൗത്ത് ഈസ്റ്റ് ഡിറക്ഷനിലാണുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ചോദ്യങ്ങൾ നിർമ്മിക്കൂ. ഇത്തരത്തിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാനാണ് ആ ഒരു ഫ്രെയിം ഉപയോഗിച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്, കൂട്ടുകാർക്ക് നിർമ്മിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. നമുക്ക് ചോദിക്കാം, പോസ്റ്റ് ഓഫീസിൻ്റെ ഏത് ദിശയിലാണ് എന്തുള്ളത്? നമ്മുടെ ഗ്രോസറി ഷോപ്പ് അല്ലേ, നമ്മുടെ പലചരക്ക് കടയുള്ളത് എന്ന് നമുക്ക് ചോദിച്ചുകൂടെ? ഇന്ന് വേണമെങ്കിൽ നമുക്ക് രഹാൻ്റെ വീട്ടിൽ നിന്ന് ഏത് ഡിറക്ഷനിലാണ് നമ്മുടെ ഗ്രോസറി ഷോപ്പ് ഉള്ളത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഗ്രോസറി ഷോപ്പിൻ്റെ ഏത് ദിശയിലാണ് നമ്മുടെ ലൈബ്രറി ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം അല്ലേ. അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാം. അത് മക്കൾക്ക് ഹോംവർക്കാണ്. മക്കൾ എന്ത് ചെയ്യുക, അത്തരത്തിലുള്ളൊരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക കേട്ടോ. ഒരു 3 ക്വസ്റ്റ്യൻസ് എല്ലാ കൂട്ടുകാരും ഒന്ന് ഉണ്ടാക്കിയിട്ട് മിസ്സിന് എന്ത് ചെയ്യണം, അത് ഷെയർ ചെയ്ത് തരണം. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം കേട്ടോ. നോക്കിക്കേ, മാപ്പ് ഓഫ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. നോക്കിയാൽ മക്കളെ, നമുക്ക് അവിടെ ചെറിയൊരു മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ. ഒരു പഞ്ചായത്തിൻ്റെ, ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ചിത്രമാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഭൂപടമാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കിക്കുക മക്കളെ, ആ ഒരു ഭൂപടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറേ സ്ഥലങ്ങളില്ലേ, സുൽത്താൻ ബത്തേരി, അതുപോലെ തന്നെ മൈസൂർ കർണാടക, നീലഗിരി തമിഴ്നാട് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള സാധനം എന്താണ്, നമ്മുടെ മാഗ്നറ്റിക് കമ്പസ് അല്ലേ, അത് നമുക്കവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദെൻ നോക്കിക്കേ മക്കളെ, ആ ഭൂപടം നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് അനലൈസ് ചെയ്യണം. നോക്കിക്കേ, ആ ഭൂപടത്തിൽ നിങ്ങൾക്ക് കുറേ കാണാം അല്ലേ, കുറേ ഒരു വീടിൻ്റെ ചിത്രം കാണാം, കുറേ റെഡ് കളർ ലൈന് കാണാം അല്ലേ, അതുപോലെ തന്നെ കുറേ ബ്ലാക്ക് കളർ ലൈന് കാണാം അല്ലേ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഭൂപടത്തിൻ്റെ അകത്ത് അല്ലേ, മാപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഓരോന്നും എന്തായെന്നുള്ളത് നോക്കാം അല്ലേ. നോക്കിക്കേ മക്കളെ, ഇത്തരത്തിലുള്ള ഈ ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ടല്ലോ മക്കളെ, ഈ ഒരു ബ്ലാക്ക് ലൈനാണ് എന്താണ്, സ്റ്റേറ്റ് ബൗണ്ടറിയാണ് കേട്ടോ. സ്റ്റേറ്റ് ബൗണ്ടറി അത്തരത്തിലൊരു തിക്കായിട്ടുള്ളത്, അതായത് നിങ്ങൾക്ക് കാണാം അല്ലേ, ഇതൊക്കെ നോക്കിക്കുക മക്കളെ, ഇതൊക്കെ എന്താണ്, സ്റ്റേറ്റ് ബൗണ്ടറി ആണ്. എന്ത്, നിങ്ങൾക്ക് അത്ര ഒരു തിക്കിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. അതായത് സംസ്ഥാനത്തിൻ്റെ അതിർത്തിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നതൊക്കെ എന്താണ്,
സംസ്ഥാനത്തിൻ്റെ അതിർത്തി. അപ്പോൾ അത്തരത്തിലുള്ള തിക്ക് ലൈൻ കാണുന്നത് എന്താണ്? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തിയാണ്. ദെൻ അടുത്തത് നോക്കിക്കുക മക്കളെ, നമുക്ക് ബ്ലാക്ക് ലൈനാണ്, പക്ഷെ ഒരു നാരോ ആയിട്ടുള്ള ലൈനാണ്. അതെന്താണ്? വാർഡ് ബൗണ്ടറിയാണ് കേട്ടോ, വാർഡ് ബൗണ്ടറിയാണ്. നിങ്ങൾക്കത് കാണാം, അത് നിങ്ങൾക്ക് കാണാമല്ലേ, ഇതൊരു ചെറിയൊരു ലൈൻ ഇങ്ങനെ പോകുന്നത്, അതെന്താണ് മക്കളെ? വാർഡ് ബൗണ്ടറിയാണല്ലേ. എന്താണ്? വാർഡ് ബൗണ്ടറിയാണ്, അതായത് നമ്മുടെ വാർഡിൻ്റെ അതിർത്തി. അടുത്ത് നോക്കിക്കുക മക്കളെ, നിങ്ങൾക്കൊരു ബ്ലാക്ക് ഇങ്ങനെ പോകുന്നൊരു ലൈന് കാണാൻ പറ്റൂലേ, അതെന്താണ് മക്കളെ? അതെന്താണെന്നാണ് പറഞ്ഞത്? പഞ്ചായത്ത് റോഡാണല്ലേ. എന്താണത്? പഞ്ചായത്ത് റോഡിനെയാണ് അതിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ളൊരു ലൈന് നമുക്ക് അവിടെ നമ്മുടെ ചിത്രത്തിൽ ഒരുപാട് നമുക്കത് കാണാനായിട്ട് പറ്റില്ല. പഞ്ചായത്ത് റോഡാണ് നമുക്ക് അത്തരത്തിൽ ഒന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു വളവിൽ തന്നിട്ടുള്ളത് അല്ലേ. പിന്നെ അടുത്തത് നിങ്ങൾക്ക് കാണാം, ഒരു നല്ല ഡാർക്ക് റെഡ് കളറിൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ലൈനില്ല, അതെന്താണ്? നാഷണൽ ഹൈവേ ആണല്ലേ. എന്താണ് മക്കളത്? നാഷണൽ ഹൈവേ ആണ് കേട്ടോ. അതായത് നമ്മുടെ നാഷണൽ ഹൈവേ ഇതാ മക്കളെ, ഇതിലൂടെ ആ ഒരു സെൻറ്ററിലൂടെ വലുതായിട്ട് പാസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ ഒരു ബ്ലൂ കളറിലുള്ളത് അല്ലേ, ഇതാ ഇവിടെയൊക്കെ ഉണ്ട് ഒരു ബ്ലൂ കളറിലുള്ള ഒരു ലൈൻ നിങ്ങൾക്ക് കാണാം. അതെന്താണ് മക്കളെ? റിവറാണ് അല്ലേ, പുഴയാണ്. പിന്നെ ഇതാ ഇത് കണ്ടോ മക്കളെ, ഒരു കതിര്, നമ്മളിപ്പം നെൽപ്പാടൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ വരയ്ക്കാറുണ്ടല്ലേ കതിര്, അത്തരത്തിലല്ല വരയ്ക്കാറുള്ളത്. അപ്പോൾ അതുള്ളത് എന്താണ്? ഇതൊക്കെ എന്താണ്? നെൽപ്പാടങ്ങളാണ് അല്ലേ, പാഡി ഫീൽഡാണ് നമുക്ക് അതൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് അത്തരത്തിലൊരു സ്കൂളിൻ്റെ ചിഹ്നം നമുക്ക് തന്നിട്ടുണ്ടല്ലേ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് കാണാം? ഇതൊക്കെ എന്താണ്? സ്കൂളിൻ്റെ ചിഹ്നമാണ് അല്ലേ, സ്കൂളിൻ്റെ സിമ്പിൾ തന്നിട്ടുണ്ട്. ദെൻ നോക്കിക്കുക മക്കളെ, പിന്നെന്താണ് നെക്സ്റ്റ് വൺ? ആശുപത്രിയാണ് അല്ലേ, ഹോസ്പിറ്റൽ. ഒരു പ്ലസ് ഐക്കൺ ഉള്ളത് എന്താണ്? ഇതെന്താണ്? ഹോസ്പിറ്റലാണ് അല്ലേ. അപ്പോൾ ഹോസ്പിറ്റൽ നമുക്ക് മനസ്സിലായി എവിടെയാണെന്നുള്ളത്. അടുത്തത് നമുക്ക് പഞ്ചായത്ത് ഓഫീസാണ് അല്ലേ, യെല്ലോ കളറിലുള്ളത് അല്ലേ, യെല്ലോ കളറിലുള്ള ഒരു ബിൽഡിംഗ് ആണ് എന്ത്? പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്നത് അല്ലേ, പഞ്ചായത്ത് ഓഫീസ് കേട്ടോ. പഞ്ചായത്ത് ഓഫീസ് നമുക്കിത് ഈ ഒരു യെല്ലോ കളറിൽ കാണാം. അത് കഴിഞ്ഞിട്ട് പ്ലേ ഗ്രൗണ്ട് ആണുള്ളത് അല്ലേ, പ്ലേ ഗ്രൗണ്ട്, കളിസ്ഥലം എന്താണ് മക്കളെ? ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നതാണ് എന്ത്? പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് എന്ത് കാണാം മക്കളെ? പോണ്ട് കാണാം അല്ലേ, കുളം കാണാം. പോണ്ട് എവിടെയാണ് മക്കളെ? യെസ്, ഒരു ബ്ലൂ കളർ അല്ലേ, ബ്ലൂ ഡോട്ട് ഉണ്ടെങ്കിൽ അതാണ് എന്ത് മക്കളെ? പോണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഇവിടെ ഈ 1 എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു നമ്പറിൽ നിങ്ങൾക്കൊരു പോണ്ട് കാണാം. ദെൻ നമുക്ക് ആ ഒരു ഗ്രീൻ കളർ നല്ല തിക്കായിട്ട് വരുന്നതൊക്കെ എന്താണ്? ഫോറസ്റ്റ്. അത് നമുക്ക് ഈ ഒരു ബൗണ്ടറിയിലൂടെയൊക്കെ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളതിനെക്കുറിച്ച് മക്കൾക്ക് ധാരണയുണ്ടല്ലോ. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിക്കേ. ലെറ്റ് us observe the map of നൂൽപ്പുഴ, the Grama Panchayat in the Kerala which shares its border with the both തമിഴ്നാട് ആൻഡ് കർണാടക അല്ലേ. എന്താണ് മക്കളെ? നമ്മുടെ തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ നിരീക്ഷിക്കാം എന്നാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് അവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. there are 17 വാർഡ്സ് ഇൻ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് അല്ലേ മക്കളെ. നമുക്ക് ആ ഒരു മാപ്പ് നോക്കിയാൽ തന്നെ നമുക്കതിൽ നിന്ന് അത് മനസ്സിലാവും അല്ലേ. എത്രയാണ് പറഞ്ഞത്? 17 വാർഡ്സ് ആണല്ലേ. എത്രയാണ്? 17 വാർഡ്സ് ആണ് എന്തുള്ളത്? 17 വാർഡുകളാണ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലുള്ളത് എന്ന് നമ്മളടുത്ത് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ദെൻ അടുത്ത ഭാഗത്തോട്ട് നോക്കിക്കേ. ഏതൊക്കെ വാർഡുകളിലാണ് സ്കൂൾ ഉള്ളത് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദി വാർഡ്സ് ദാറ്റ് ഹാവ് സ്കൂൾസ് എന്നാണ് ചോദിച്ചത് കേട്ടോ. അത് നമുക്ക് വളരെ സിമ്പിളാണ്. സ്കൂളിൻ്റെ സിമ്പൽ എന്താണെന്ന് നമുക്കറിയാലോ മക്കളെ. ഏതാണ് സ്കൂളിൻ്റെ സിമ്പൽ എന്ന് പറയും? ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. അത് എവിടേക്കാണുള്ളത് നോക്കിയാൽ പോരെ മക്കളെ. ഏതൊക്കെ വാർഡിലാണുള്ളത് എന്ന് നോക്കിയാൽ പോരെ. അപ്പം നിങ്ങളൊന്ന് നോക്കി പറഞ്ഞേ മക്കളെ, ഏതൊക്കെ വാർഡിലാണ് സ്കൂളുള്ളത്? ഒന്ന് നോക്കി പറഞ്ഞേ, ഏതൊക്കെ വാർഡിലാണ് സ്കൂളുള്ളത്? എല്ലാവരും നോക്കിക്കേ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പുസ്തകം എടുത്ത് വെച്ചിട്ട് ആദ്യം സ്കൂളിൻ്റെ സിമ്പിൾസ് കാണുന്ന സ്ഥലമൊക്കെ ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് അത് ഏത് വാർഡാണ് എന്നുള്ളത് മക്കൾ പറയണം കേട്ടോ, ഏത് വാർഡാണെന്നുള്ളത്. അപ്പോൾ കുറച്ച് സമയം തരാം. നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ പറ്റുന്ന കൂട്ടുകാരെന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ തന്നെ പറയാം കേട്ടോ. നോക്കിക്കുക മക്കളെ, ഏതൊക്കെയാണുള്ളത്? നോക്കിക്കുക, ആദ്യം നമുക്ക് നോക്കാം അല്ലേ. ഈ ഒരു
ഇതെന്താണ് ഒരു സ്കൂളിൻ്റെ സിമ്പിളാണ് അല്ലേ. അത് ഏത് വാർഡിലാണുള്ളത് മക്കളെ നോക്കിക്കേ. നമുക്കറിയാം അല്ലേ, ഈ ബ്ലാക്ക് നാരോ ആയിട്ടുള്ള, അതായത് ഇതെന്താണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് വാർഡിൻ്റെ ബൗണ്ടറിയാണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ നോക്കണം, ആ ബൗണ്ടറി പ്രകാരമാണ് നമുക്ക് ഏത് വാർഡിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഈ 6 എന്നുള്ളിടത്ത് ഇതാണ് എന്ത് ബൗണ്ടറി അല്ലേ. അപ്പോൾ സ്കൂൾ എവിടെ പെടും മക്കളെ, ഈ 6 എന്നുള്ളതിൽ പെടും അല്ലേ. അപ്പോൾ എന്തുണ്ട്, 6ാമത്തെ വാർഡിൽ എന്തുണ്ട് മക്കളെ, സ്കൂളുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഈ സ്കൂൾ നമ്മൾ എഴുതി കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് പിന്നെ എവിടെയാണുള്ളത്, ഇവിടെ ഒരു സ്കൂൾ കണ്ടോ മക്കളെ, ഇവിടെ ഒരു സ്കൂളുണ്ട് അല്ലേ. ഇതെന്താണ് ഒരു സ്കൂളാണ്. അപ്പോൾ അത് നോക്കിക്കേ മക്കളെ, ആ ബൗണ്ടറി നോക്കിക്കേ ഏതിലാണുള്ളത്. യെസ്, 8 എന്ന് എഴുതിയതിലാണ് ആ ഒരു സ്കൂളുള്ളത് അല്ലേ. അപ്പോൾ 8ലും എന്തുണ്ട് മക്കളെ, ഒരു സ്കൂളുണ്ട് അല്ലേ. ദെൻ അടുത്തത് നോക്കിക്കേ മക്കളെ, അടുത്തത് പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് കാണാം അല്ലേ. ഇവിടെ ഒരു സ്കൂളുണ്ട്. ഇത് ഏതിലാണ് മക്കളെ വരുന്നത്, യെസ് 10 എന്ന് എഴുതിയതിലാണ് വരുന്നത് അല്ലേ. അപ്പം 10ാമത്തെ വാർഡിലും എന്തുണ്ട് മക്കളെ, ഒരു സ്കൂളുണ്ട്. ഓക്കെ, ദെൻ പിന്നെ എവിടെയാണുള്ളത് മക്കളെ നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്കൊരു സ്കൂൾ കാണാം. അത് ഏതിലാണുള്ളത്, 14ലാണുള്ളത് അല്ലേ. അപ്പോൾ 14 നമുക്ക് എഴുതാം. ഓക്കെ, പിന്നെ ഉണ്ടോ മക്കളെ സ്കൂള്, യെസ് ഇനിയും ഉണ്ടല്ലോ. ഇവിടെ ഒരു സ്കൂളുണ്ട്. അത് ഏതിൽ പെടും മക്കളെ, 16ൽ പെടും അല്ലേ. ഏതിൽ പെടും, 16ൽ പെടും. അതും നമ്മൾ എഴുതി. ഇനി എവിടെയെങ്കിലും സ്കൂളുണ്ടോ നോക്കിക്കേ മക്കളെ, നല്ലോണം ചെക്ക് ചെയ്തേ. നമ്മൾ ഇത് ചെയ്തു, ഇത് ചെയ്തു, ഇത് ചെയ്തു, ഇത് ചെയ്തു അല്ലേ. ഇവിടെ എന്താ ഒരു സ്കൂളുണ്ട് അല്ലേ. നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്ത് കാണാം, ഒരു സ്കൂൾ കാണാം. ഓക്കെ മക്കളെ, അത് ഏതിലാണ് ഉൾപ്പെടുന്നത്, അത് നമ്മുടെ 17ലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. 17ൻ്റെത് എങ്ങനെയാണ് നമുക്ക് ഇതിലിങ്ങനെ വന്നിട്ടാണ് അതിൻ്റെ ബൗണ്ടറി ഉള്ളത് കേട്ടോ. ഇതാണ് എന്ത് 17ൻ്റെ ബൗണ്ടറി ഉള്ളത്. അപ്പോൾ നമുക്ക് 17ലും എന്തുണ്ട് മക്കളെ, ഒരു സ്കൂളുണ്ട്. അപ്പോൾ ഏതൊക്കെ വാർഡിലാണ് ഉള്ളത്, വാർഡ് 6, 8, 10, 14, 16, 17 ഇത്രയും വാർഡിൽ എന്തുണ്ട് മക്കളെ, സ്കൂളുകളുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which are the wards that have paddy cultivation? എന്താണ് മക്കളെ പാഡി കൾട്ടിവേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അതായത് ഏതൊക്കെ വാർഡുകളിലാണ് നെൽവയലുകൾ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നെൽവയലിൻ്റെ ആ ഒരു സിമ്പിൾ നമുക്കറിയാലോ, ഇതാണ് നെൽവയലിൻ്റെ സിമ്പിൾ അല്ലേ. എവിടെയൊക്കെയുണ്ട് മക്കളെ, എവിടെയൊക്കെയുണ്ട് നന്നായിട്ട് നോക്കി പറഞ്ഞേ. 3 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാം അല്ലേ. ഇവിടെ ഒന്നുണ്ട് അല്ലേ, 1 എന്ന് എഴുതിയിട്ടുള്ള വാർഡിൽ എന്തുണ്ട്, നെൽവയലുണ്ട്. അപ്പം നമുക്കത് എഴുതാം. പിന്നെ എവിടെയാണുള്ളത് മക്കളെ, 13 അല്ലേ, 13ൽ എന്തുണ്ട്, നെൽവയലുണ്ട്, പാഡി കൾട്ടിവേഷൻ ഉണ്ട്, അത് എഴുതാം. പിന്നെ 15 അല്ലേ, 15ൽ എന്തുണ്ട്, പാഡി കൾട്ടിവേഷൻ ഉണ്ട്, അത് എഴുതാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ വിച്ച് വാർഡ് ഈസ് ദി ഹോസ്പിറ്റൽ സിറ്റുവേറ്റഡ്, അതായത് ഹോസ്പിറ്റൽ ഉള്ളത് ഏത് വാർഡിലാണ് എന്നാണ് ചോദിച്ചത്. ഹോസ്പിറ്റൽ ഏത് വാർഡിലാണ് മക്കളെ ഉള്ളത്, ഏത് വാർഡിലാണ്. ഹോസ്പിറ്റലിൻ്റെ സിമ്പിൾ എന്താ നോക്കിക്കുക എല്ലാവരും. ഹോസ്പിറ്റലിൻ്റെ സിമ്പിൾ എന്താണ്, യെസ് ആ ഒരു പ്ലസ് ഐക്കൺ വരുന്നതാണ് അല്ലേ. ഓക്കെ, അത് ഏതിലാണുള്ളത് മക്കളെ, ഇവിടെയാണുള്ളത് അല്ലേ. ഇതാണ് എന്ത് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയാം. അത് ഏത് വാർഡിലാണ് മക്കളെ, നന്നായിട്ട് നോക്കിക്കുക ഏതിലാണ് ഉൾപ്പെടുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ബൗണ്ടറി വരുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ബൗണ്ടറി വരുന്നത്. ഇതെവിടെയാണ് മക്കളെ, യെസ് വാർഡ് 5ലാണ് അല്ലേ, 5ലാണ് കേട്ടോ. അപ്പോൾ അത് മക്കളെ എഴുതണം. വാർഡ് ഏതാണ് 5 കേട്ടോ. മലയാളം മീഡിയംകാർ മലയാളത്തിൽ വാർഡ് എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ വാർഡ് 5ലാണ് ഹോസ്പിറ്റൽ ഉള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. വിച്ച് ആർ ദി വാർഡ്സ് ത്രൂ ദി റിവർ ഫ്ലോസ് അല്ലേ. അതായത് നമ്മുടെ റിവർ ഒഴുകുന്ന, അതായത് പുഴ ഒഴുകുന്ന വാർഡുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. നോക്കിക്കുക മക്കളെ, പുഴ ഒരു ബ്ലൂ കളറിലുള്ളതാണ് എന്തെന്ന് പറയുന്നത്, പുഴ എന്ന് പറയുന്നതിൽ ഏതിലൊക്കെ ഒഴുകുന്നുണ്ട് മക്കളെ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഏതിലാണ് പോകുന്നത്, വാർഡ് 15 ആണല്ലേ. ഏതാണ് 15ആണ്. ഏതാണ് മക്കളെ 15 ഉണ്ട്. അപ്പോൾ നമുക്ക് പുഴ ഒഴുകുന്നതല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് എഴുതാം, 15 എഴുതാം. പിന്നെ അത് ഏതിലേക്ക് കയറി മക്കളെ, 60ലോട്ട് കയറില്ലേ, 16 ഉണ്ട്. പിന്നെ അത് ഏതിലേക്ക് കയറുന്നുണ്ട്, 60ൽ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടേക്ക് 6ലോട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ 6 എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എവിടേക്ക് പോകുന്നുണ്ട്, 7ലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ 7 എഴുതാം. പിന്നെ എവിടേക്ക് പോകുന്നുണ്ട്, 8ലോട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 8 എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എവിടെ പോകുന്നുണ്ട് മക്കളെ, 9ലേക്ക് വരുന്നുണ്ട് അല്ലേ, 9 എഴുതാം. പിന്നെ നമുക്ക് എവിടേക്ക് പോകുന്നുണ്ട്, അത് 10ലോട്ട് പോകുന്നുണ്ടല്ലേ. അപ്പോൾ എന്ത് എഴുതാം, 10 എഴുതാം. അപ്പോൾ ഈ വാർഡിലൂടെ എല്ലാം തന്നെ എന്ത് പോകുന്നുണ്ട് മക്കളെ, റിവർ പോകുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കൂടുതൽ ചോദ്യങ്ങൾ നിർമ്മിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, കൂടുതൽ ചോദ്യങ്ങൾ നിർമ്മിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ. അപ്പം കുളം ഏത്
വാർഡിലാണ് കുളം ഉള്ളതെന്ന് ചോദിക്കുക. അതുപോലെ തന്നെ കാട് ഏതൊക്കെ വാർഡിലാണുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം അല്ലേ. പിന്നെ പഞ്ചായത്ത് ഓഫീസ് ഏത് വാർഡിലാണെന്ന് ചോദിക്കുക. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ഏതൊക്കെ വാർഡിലാണുള്ളത് എന്ന് ചോദിക്കുക അല്ലേ. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു മാപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് നിന്നും മക്കളൊരു 3 ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മിസ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞുള്ളൂ, പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് LSS എക്സാമിനായാലും നമ്മുടെ സ്കൂളിലെ ഫൈനൽ എക്സാമിനായാലും ഈ ഒരു ഭാഗത്തു നിന്ന് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട് കേട്ടോ. മാപ്പ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്കെച്ചുമായിട്ട് ഡയറക്ഷൻസ് കണ്ടെത്താനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതും ഉണ്ടാവാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. മിസ്സ് പറഞ്ഞിട്ടുള്ള 2 വർക്കുകളും മക്കൾ ചെയ്തിട്ട് അയക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.